അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 1, 29 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടി ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. സുവിശേഷ വിചിന്തനം. ബന്ധങ്ങളെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമുള്ള പ്രഘോഷണമാണ് ഇന്നത്തെ ദൈവവചനം. യേശുവിൻ്റെ ചതുർവിധ ബന്ധങ്ങളും കരുതലും വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. 1. തൻ്റെ വിളി കേട്ട് തന്നെ അനുഗമിക്കുന്ന ശിഷ്യരോടുള്ള യേശുവിൻ്റെ ബന്ധവും കരുതലും. 2. തൻ്റെ ശിഷ്യരുടെ കുടുംബത്തോടുള്ള യേശുവിൻ്റെ ബന്ധവും കരുതലും. പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലേക്ക് യേശു പോകുന്നു. പനി ബാധിതയായ പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു സുഖപ്പെടുത്തുന്നു. 3. ശിഷ്യരുടെ വീട്ടിലേക്ക് വരുന്നവരുമായുള്ള യേശുവിൻ്റെ ബന്ധവും കരുതലും. പത്രോസിൻ്റെ വീട്ടിലേക്ക് വന്ന രോഗികളെയും പിശാചു ബാധിതരെയും യേശു സുഖപ്പെടുത്തുന്നു. 4. ആദ്യ 3 ഗണത്തിൽപ്പെടാത്തവരുമായുള്ള യേശുവിൻ്റെ ബന്ധവും കരുതലും. പ്രസംഗിക്കാൻ യേശു അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുന്നു. തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ യേശുവിൻ്റെ സ്വന്തമെങ്കിൽ അവിടത്തെ അനുകരിച്ച് ചതുർതല ബന്ധങ്ങളിലും കരുതലിലും വളരാൻ നമുക്ക് ശ്രമിക്കാം.